സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. അപകട സ്ഥലത്ത് ഓടിയെത്തിയ ശേഷം രക്ഷാപ്രവർത്തനത്തിനുള്ള മാർഗം തേടുന്ന എത്രയോ അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാകും. ഒരു കയറോ കട്ടറോ ടോർച്ചോ ഇല്ലാത്ത അവസ്ഥ. എന്നാൽ എല്ലാ സജ്ജീകരണങ്ങളുമായി സംഭവ സ്ഥലത്തെത്തിയാലോ? ഒരു സന്നദ്ധ പ്രവർത്തകന്റെ ഏറെക്കാലത്തെ സ്വപ്നം അദ്ദേഹം തന്നെ യാഥാർത്ഥ്യമാക്കിയ കഥയാണിത്. നമ്മൾ ഓരോ റോഡിലൂടെ ഓരോ ലൈനിൽ യാത്ര ചെയ്യുമ്പോൾ പലയിടത്തും പല ആക്സിഡൻ്റായിട്ട് ആൾക്കാർ കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരിക്കലും അവിടെ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല അവിടുത്തെ ആ ക്രൗഡ് ജനങ്ങൾ ഉണ്ടായിരിക്കുക. കാരണം നമ്മൾ BLS ട്രെയിൻഡ് ആളാണോ അല്ലെങ്കിൽ ഇതിന് അറിയുന്ന ആളെന്ന് അവർക്കറിയില്ല. അത്രയും ഘട്ടത്തിൽ ഇത്തിരി ഒരു വാഹനം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആ ജനങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ ആ ഒരു പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പറ്റിയ ആളെ വേണ്ടതായ രീതിയിൽ കൈകാര്യം ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള ഒരു രീതിയിലേക്ക് അവരും നമ്മൾ സഹകരിക്കും എന്നുള്ളതാണ്. ഇതിനകത്ത് BLS ബേസിക് ലൈഫ് സപ്പോർട്ടിൻ്റെ എല്ലാ കിറ്റുകളും, അതായത് ഒരു എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ കെട്ടാനുള്ള റിബ്സ് വരെ ഇതിനകത്ത്, ഓക്സിജൻ ആംബുമീറ്റർ, അതുപോലെ ഓക്സിമീറ്റർ തുടങ്ങിയ എല്ലാ എക്യുപ്മെൻറ്റ്സും ഇതിനകത്ത് ഓൾറെഡി റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു രോഗിക്ക് വേണ്ട അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പറ്റിയ ആൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള എല്ലാ A to Z കാര്യങ്ങളും ഈ ബോക്സിനകത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ബോക്സിനകത്ത് വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് വണ്ടിക്കകത്ത് ആരെയും കുടുങ്ങിക്കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ബോഡി കട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ സീറ്റ് കട്ട് ചെയ്ത് ആളെ പുറത്തെടുക്കാനുള്ള കട്ടർ, അതായത് ബാറ്ററി ഓപ്പറേറ്റ് കട്ടർ വരെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കിണറ്റിൽ വീണ ആളാണെങ്കിൽ അദ്ദേഹത്തിന് ഓക്സിജൻ്റെ അഭാവം ഉണ്ടെങ്കിൽ ആ ഓക്സിജൻ കൊടുക്കാനുള്ള ഒരു പമ്പും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുട്ടികളുടെ കയ്യിലോ അല്ലെങ്കിൽ തലയിലെ പാത്രം അല്ലെങ്കിൽ മോതിരം കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാനുള്ള കട്ടർ വരെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ ജനറൽ ടൂൾസുകൾ ഇങ്ങേ ബോക്സിൽ വേണ്ടതായിട്ടുള്ള എല്ലാ ടൂൾസുകളും ഇങ്ങേ ഭാഗത്തും സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 ബോക്സായിട്ട് പൂർണ്ണമായിട്ടും ഇതിൻ്റെ കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകനായ മലപ്പുറം കീഴ്ശ്ശേരിയിലെ ചിറ്റങ്ങാടൻ സുനിൽ ബാബുവാണ് സ്വന്തം ബൈക്ക് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഘടിപ്പിച്ച് ഫസ്റ്റ് റെസ്പോൺസ് വെഹിക്കിൾ ആക്കി മാറ്റിയത്. എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ഒരു മിനി ഫയർഫോഴ്സ് വാഹനം. ഏതുതരം അപകടമാണെങ്കിലും പ്രാഥമിക രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളെല്ലാം ഈ ബൈക്കിലുണ്ടാകും. നിലവിൽ 20 വർഷത്തിന് മേലെയായി സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ട്. അപ്പോൾ അന്നു മുതലേ ഉള്ളൊരു ആഗ്രഹമാണ് ഒരു ഫസ്റ്റ് റെസ്പോണ്ടർ വെഹിക്കിൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴാണ് അതിനൊരു സാഹചര്യം ഒത്തു കിട്ടിയത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഇതിൻ്റെ വർക്ക് പൂർണ്ണമായിട്ട്, ഞാൻ തന്നെയാണ് എല്ലാ വർക്കും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് വർക്ക് പൂർത്തിയായത്. BP മോണിറ്ററിംഗ്, ഓക്സിജൻ നൽകുന്നതിനുള്ള സംവിധാനം, ഓക്സിമീറ്റർ, ഗ്ലൂക്കോമീറ്റർ, ബാൻഡേജ്, റിബ്സ്, പെയിൻ കില്ലർ, മിനി ഗ്രൈൻഡർ, വാഹനങ്ങളിലെ തീ അണയ്ക്കാനുള്ള സംവിധാനം, അണ്ടർ വാട്ടർ ക്യാമറ, സെർച്ച് ലൈറ്റുകൾ തുടങ്ങി പലതും. ഫയർഫോഴ്സിൽ നിന്ന് എല്ലാ ട്രെയിനിങ്ങും പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ ബേസിക് ലൈഫ് സപ്പോർട്ടിൻ്റെ ട്രെയിനിങ് പൂർത്തിയായിട്ടുണ്ട്. എല്ലാ ട്രെയിനിങ്ങും പാസ്സായതാണ്. ഇതിനകത്ത് വയർലെസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അമേച്ചർ വയർലെസ് റേഡിയോ ലൈസൻസ് ഹോൾഡറാണ്. അതുകൊണ്ടാണ് ഇതിന് മുമ്പിൽ VU3IWO എന്ന് എഴുതിയിരിക്കുന്നത്, വിക്ടർ യൂണിഫോം ടെറാ 3 ഇന്ത്യ വിസ്കി ഓസ്കാർ. അതുകൊണ്ട് കേരളം മൊത്തം നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇതിനകത്തുണ്ട്. അപ്പോൾ വലിയ ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വയർലെസ് വഴി നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇവയെല്ലാം ഘടിപ്പിക്കുന്നതിനായി വാഹനത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സിഗ്നൽ ലൈറ്റുകൾ, സൈറൺ, മൊബൈൽ ചാർജർ സംവിധാനം തുടങ്ങിയവ ഘടിപ്പിച്ചു. ബാറ്ററിയുടെ ശേഷി കൂട്ടി. വലിയ ടയറുകളും ഹാൻഡിൽ ബാറും ഘടിപ്പിച്ചു. കണ്ടാൽ തന്നെ ഒരു മിനി ഫയർഫോഴ്സ് വാഹനം. അവിടെ മഞ്ചേരി ഫയറിൻ്റെയും മലപ്പുറം ഫയർഫോഴ്സിൻ്റെയും ഒരു ബോർഡറാണ്. അപ്പോൾ ഈ 2 ഫയർ സ്റ്റേഷൻ്റെ വരുന്ന കോളുകൾ നമുക്ക് അറിയാൻ പറ്റും ഈ ഭാഗത്തോടെ ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ അവരെത്തുന്നതിന് മുമ്പേ നമുക്ക് അവിടെ എത്തിയിട്ട് ഫസ്റ്റ് റെസ്പോണ്ടർ എത്തിയിട്ട് അവർക്ക് അവിടെ എന്ത് ആക്സിഡൻ്റ് ആണോ അതിന് വേണ്ട രീതിയിലുള്ള ഫസ്റ്റ് റെസ്പോണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ വാഹനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സന്നദ്ധ പ്രവർത്തകരുമായി ബന്ധപ്പെടുത്തിയുള്ള വയർലെസ് സംവിധാനവും ഇതിലുണ്ട്. ആക്സിഡന്റ് റെസ്ക്യൂ ടീമിന് നേതൃത്വം നൽകുന്ന സുനിൽ ബാബു മഞ്ചേരി ഫയർഫോഴ്സിന്റെ സിവിൽ ഡിഫൻസ് അംഗം കൂടിയാണ്. ഇത് എൻ്റെ മനസ്സിലെ ഒരുപാട് കാലത്തൊരു ആഗ്രഹം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ളതാണ് പറയേണ്ടത്. ഇപ്പോൾ ഇതിനകത്ത് ഇനി വേണ്ടത് AED, അതായത് ഒരു ഇലക്ട്രോണിക്, നമ്മുടെ ഒരു അറ്റാക്കായി വന്ന പേഷ്യൻ്റെ സംരക്ഷിക്കാനുള്ള അല്ലെങ്കിൽ രക്ഷപ്പെടുത്താനുള്ള പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു മെഷീൻ്റെ പോരേക ഈ ബോക്സിനകത്തുണ്ട്.
അത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് 100% പൂർത്തിയായി എന്ന് തന്നെ പറയാം. ന്യൂസ് ഡെസ്ക് A1.